നാളെ നടക്കാൻ പോകുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഞെട്ടണ്ട. അതായത് രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും. അത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഹോം ഗ്രൗണ്ടായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കാൻ പോകുന്നത്. ഈ ഒരു മത്സരം രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പിൻ്റെ പോരാട്ടമല്ലേ? തീർച്ചയായും നാളത്തെ കളി ഏതായാലും ഒരു മരണ പോരാട്ടമാണ് രാജസ്ഥാനെ സംബന്ധിച്ച്. നാളത്തെ കളി രാജസ്ഥാൻ തോൽക്കുകയാണെങ്കിൽ അത് അവരുടെ ടീമിനെ നല്ല രീതിയിൽ ബാധിക്കും. പിന്നെ ഒരു കംബാക്ക് ഉണ്ടാവും. കംബാക്ക് ഭയങ്കര പാടാണ്. കാരണം 7 കളിയിൽ 4 പോയിന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അവർ വരുന്ന എല്ലാ കളിയിലും ജയിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇപ്പോൾ ക്രിക്കറ്റാണ്, IPL ആണ്, എല്ലാ ടീമും സ്ട്രോങ് ആണ്. ഇപ്പം ഒരു കളി നമ്മൾ ജയിക്കേണ്ട കളി ചിലപ്പോൾ തോക്കേണ്ടി വരും. ഇപ്പം അങ്ങനെ ക്രൂഷ്യൽ മത്സരങ്ങളൊക്കെ വരാം. അപ്പോൾ ആ സാഹചര്യത്തിൽ നാളത്തെ കളി നമ്മൾ ജയിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നല്ല പ്രിപ്പയർ ആയിട്ട് തന്നെ പോകേണ്ടി വരും. സഞ്ജു സാംസൺ ഫോമിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടീം ബാക്കിയുള്ള ടീം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ടേബിളിൽ ഏറ്റവും മോശം റൺ റേറ്റ് കീപ്പ് ചെയ്യുന്ന ടീമാണ്. ഏറ്റവും മോശം റൺ റേറ്റ്. അപ്പോൾ നമുക്ക് ഇതിനുള്ള മത്സരങ്ങൾ ജയിച്ചാൽ മാത്രം പോരാ, നല്ല റൺ റേറ്റിലൂടെ വിജയിക്കണം. ടൂർണമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റൺ റേറ്റ് നല്ലൊരു അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ എങ്ങനെ ഉണ്ടായിരിക്കും ടീമിൻ്റെ വിജയം മൊത്തത്തിൽ? നാളത്തെ മത്സരത്തിൽ റൺ റേറ്റിനുപരി കളി ജയിക്കാന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ 6ാം സ്ഥാനത്താണ് നിലവിലുള്ളത്. 7-8 ചെന്നൈ, മുംബൈയും ചെന്നൈ ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മളൊരു -0 ആണ് റൺ റേറ്റ് വരുന്നത്. എന്നാൽ പോലും കളി ജയിക്കുമ്പോൾ നോർമലി റൺ റേറ്റ് കൂടും. ഇപ്പോൾ ജയിക്കാന്നുള്ളത് ഫസ്റ്റ് ഫോക്കസ് ചെയ്യുക. അതിൻ്റെ കൂടെ നല്ല മാർജിൻ ജയിക്കുക എന്നുള്ളത് സെക്കൻഡ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കളി ജയിക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പം പ്രൈമായിട്ടും ചിന്തിക്കേണ്ട കാര്യം. നമ്മളാവട്ടെ ഇപ്പോൾ പഞ്ചാബ് നമ്മളിപ്പോൾ പരാജയപ്പെടുത്ത ടീം നോക്കിയൊന്നും ഒന്ന് പഞ്ചാബാണ്, പിന്നെ എന്താ എൻ്റെ ഓർമ്മ ശരിയാണ് ഒന്ന് ചെന്നൈ. ഈ 2 ടീമുകളിലേ നമ്മൾ ജയിച്ചിട്ടുള്ളൂ. അപ്പം നമ്മളൊന്ന് കരുതി കഴിഞ്ഞാൽ പഞ്ചാബ് അത്ര സ്ട്രോങ് ടീമാണ്. നമ്മളത് വിചാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡൽഹി ആവട്ടെ ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്താണ്, GT 1ാം സ്ഥാനത്ത്. അപ്പോൾ നമ്മളൊന്ന് വിചാരിച്ച് അവർ ഹോം മത്സരമാണ്. നമ്മളൊന്ന് കരുതി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ ഈ മത്സരം നമുക്ക് വിജയിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കളി തന്നെ കണ്ടില്ലേ, ഇന്നലെ ചെന്നൈ ജയിച്ചു. മുമ്പത്തെ കളിയിൽ മുംബൈ ഡൽഹിയെ തോൽപ്പിച്ചു. അപ്പോൾ കളികൾ ഏത് ടീമും എല്ലാ ടീമും അട്ടിമറി മാത്രമല്ല, നമ്മളെല്ലാ ടീമും അത്യാവശ്യം സ്ട്രോങ് ബേസ് ഉണ്ട്. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ എല്ലാ മെമ്പേഴ്സ് പെർഫോം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ടീം ശരിയാണ്, യുവനിരകളാണ് കൂടുതൽ. കമ്പാരിറ്റീവ്ലി ഫോറിൻ പ്ലേയേഴ്സ് കുറവാണ്, ഓൾറൗണ്ടേഴ്സ് കുറവാണ്. അപ്പോൾ അങ്ങനത്തെ മേഖലകൾ നമ്മൾ വിചാരിക്കും ഏറ്റവും എന്താ പറയുക മോശപ്പെട്ട ടീം രാജസ്ഥാനാണെന്ന് പല അഭിപ്രായങ്ങൾ ഈ IPL ഓപ്ഷൻ കഴിഞ്ഞപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആലോചിക്കുക, പണ്ട് രാജസ്ഥാൻ റോയൽസ് വന്ന സമയത്തും എല്ലാവരും നിസ്സാരമാക്കി കണക്കാക്കിയ ഒരു ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസ് ഫസ്റ്റ് സീസണിൽ. പക്ഷെ അന്ന് കപ്പടിച്ചില്ലേ. പക്ഷെ അന്ന് പിന്നെ ഫോറിൻ പ്ലേയേഴ്സ് കൂടുതലുണ്ടായിരുന്നു. ഷെയ്ൻ വാട്സൺ, ഷെയ്ൻ ബോൺ, അപ്പോൾ അവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ വലുതായിരുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ ഫോറിൻ പ്ലേയേഴ്സ് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം കാലിബറുള്ള പ്ലേയേഴ്സ് നമ്മുടെ ഈ രാജസ്ഥാൻ റോയൽസിലുണ്ട്. അപ്പം അത് സഞ്ജു സാംസൺ മുന്നിൽ നിന്ന് കുറച്ചുകൂടെ എന്താ പറയുക ഫ്രീ ആയിട്ട് സഞ്ജു അധികം പ്രഷർ എടുക്കാതെ സഞ്ജു കളിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ കളി തന്നെ കണ്ടു സഞ്ജുവിൻ്റെ പ്രഷർ വളരെ ആദ്യത്തെ ആ ഒരു പവർ പ്ലേയിലൊക്കെ നമ്മുടെ സ്കോർ വളരെ കുറവായിരുന്നു. കമ്പാരിറ്റീവ്ലി ഈ ഒരു 6 കളികളിൽ 6ാമത്തെ കളിയാണ് ഏറ്റവും ഒരു 6 പോലെ കുറഞ്ഞ സ്കോർ. അതായത് പവർ പ്ലേ ഏറ്റവും കുറഞ്ഞ സ്കോർ എടുത്ത കഴിഞ്ഞ കളി മാത്രമേ. അത് മാത്രമല്ല, ഈ സഞ്ജു സാംസൺ കഴിഞ്ഞ സീസണും ഈ സീസണും അതിൻ്റെ മുമ്പത്തെ സീസണൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ നമ്മൾ വ്യത്യസ്തമായ സഞ്ജുവിനെ കാണുന്നത്. അതായത് ഒരു സ്ലോ സ്റ്റഡി. അതായത് അദ്ദേഹത്തിന് നമുക്ക് ഈ ഒരു സീസണിൽ ഒരു മോശം ഷോട്ട് സെലക്ഷനിൽ ഔട്ടായതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അദ്ദേഹം ഒരു സ്ലോ സ്റ്റഡി ആയിട്ട് കളിച്ചിട്ട് റൺസ് കയറ്റാണ് നോക്കുന്നത്. പക്ഷെ അത് അത്രത്തോളം അതാണ് ടച്ചായി വരുന്നത്, ക്ലിക്കായി വരുന്നില്ല. അപ്പം സഞ്ജു പഴയ ആ ഒരു ഇതിലേക്ക് പോകേണ്ടതുണ്ട്. പണ്ട് കഴിഞ്ഞ സീസണിൽ കളിച്ച പോലെ ഒരു അറ്റാക്കിംഗ് മൂഡിൽ കളി, ആ കളിയിലേക്ക് ചിലപ്പോൾ ക്യാപ്റ്റൻസി പ്രഷറാണോ, ബട്ട്ലർ ഇല്ലാതിപ്പം സഞ്ജുവാണ് അതിൽ സീനിയർ മെമ്പർ. അപ്പോൾ സഞ്ജു ഈ സീസണിൽ കളിക്കാൻ്റെ കളീൻ്റെ ആ ഒരു സ്റ്റൈൽ മാറ്റേണ്ടതായിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി മുമ്പത്തെ സീസൺസ് നോക്കുമ്പം സഞ്ജു ഇപ്രാവശ്യം ഓപ്പണറാണ്. അപ്പം ഓപ്പണറാകുമ്പോൾ നമുക്കറിയാമല്ലോ 6 ഓവർ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. മുമ്പൊക്കെ 1 ഡൗൺ ആണ് ഇറങ്ങുന്നത്. പെട്ടെന്നൊരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പ്രഷറിൽ ചിലപ്പോൾ കളിക്കേണ്ടി വരുന്നത് നമുക്ക് ആലോചിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, ഓൾറെഡി പ്രിപ്പയർ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓപ്പണിംഗ് ആണ് ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ സഞ്ജു ഓൾറെഡി നെറ്റ്സിലൊക്കെ അത്രയും പ്രിപ്പയർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ മാച്ച് സിറ്റുവേഷനിൽ വരുമ്പോൾ ആൾ കുറച്ച് പ്രഷറൈസ്ഡ് ആവുന്നുണ്ട്. ഇവനൊരു രണ്ട് കളി ഫസ്റ്റ് കളി ഓക്കെ ആൾ വളരെ ഫ്രീ ആയിട്ട് ആണ് കളിച്ചത്. ചേസ് അത്യാവശ്യം നല്ല സ്കോറായിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്തില്ല. അതേപോലെ 4ാം 5ാമത്തെ കളിയും വലിയ പ്രഷറായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ
രണ്ടാമത്തെ കളി, മൂന്നാമത്തെ കളി, ഈവൻ ഈ ആറാമത്തെ കളിയിലും സഞ്ജു ഒരു പ്രഷറൈസ് ആയിട്ടാണ് കളിക്കുന്നത്. ആ പ്രഷറൈസ് തുടങ്ങുമ്പോൾ തന്നെ സഞ്ജു ഒരുപാട് സ്കോർ എടുക്കില്ല എന്ന് നമുക്ക് കളി കാണുന്നത് തോന്നിക്കും. അപ്പോൾ അത് സഞ്ജു തന്നെ അത് മാറ്റേണ്ടതായിട്ടുള്ള കാര്യമാണ്. സഞ്ജു അങ്ങനെ കാരണം സഞ്ജുവിനെ സംബന്ധിച്ച് മാനേജ്മെന്റ് അത്രയും ഫ്രീ ആയിട്ട് ആണ് സഞ്ജുവിന് കൊടുത്തിരിക്കുന്നത് എല്ലാ ഇതും. അപ്പോൾ അതുകൊണ്ട് സഞ്ജു അത്ര പ്രഷറൈസിൻ്റെ ആവശ്യമില്ല, ഫ്രീ ആയിട്ട് കളിക്കുക. 1-2 ബോൾ നമുക്ക് എന്താ പറയുക ജസ്റ്റ് വാച്ച് ചെയ്യാം, ബാക്കി നോക്കിയിട്ട് നമ്മൾ ഗ്യാപ്പ് കണ്ടെത്താൻ വേണം. അത് സഞ്ജുവിന് പറ്റാത്ത കാര്യമൊന്നുമില്ല. ഏത് നിമിഷ നേരം കൊണ്ട് സ്കോർ ഉയർത്താൻ പറ്റിയ ഒരു പ്ലെയറാണ് സഞ്ജു. അപ്പോൾ അത് സഞ്ജുവിന് ഇനിയുള്ള കളികൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഡൽഹി ടീം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. KL രാഹുൽ, അതുപോലെ അഭിഷേക് പവറിൽ, ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് കരുൺ നായർ, ഹെവി സ്ട്രോങ് ടീമാണ്. അപ്പോൾ ആ ടീമിനെതിരെ നമ്മൾ ബോളർമാരുടെ പ്രകടനം നാളത്തെ വിജയത്തിൽ ഒരു നിർണായകമായിട്ടൊരു പങ്ക് വഹിക്കേണ്ടത് അവർ നല്ല രീതിയിൽ എറിയേണ്ടതായിട്ടില്ലേ. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ വളരെ ഫീൽഡിങ്ങിലും വളരെ മോശമായിരുന്നു, ബോളിങ്ങിലും വളരെ മോശമായിരുന്നു. സ്പിന്നർമാരായിട്ടുള്ള അസലങ്കി തീക്ഷ്ണയൊക്കെ മികവിലേക്ക് ഉയരേണ്ടതായിട്ടില്ലേ. തീർച്ചയായും നമ്മൾ ആപ്പോഴാണ് ബോളിംഗ് സൈഡിൽ മികവെന്ന് പറയുന്നത് 4ാം കളി മാത്രമാണ്, പഞ്ചാബായിട്ടുള്ള കളി. ബാക്കി എല്ലാ കളികളും ഈവൻ ചെന്നൈത്തെ കളി പോലും നമ്മൾ അവസാന നിമിഷത്തെ ഒരു ഭാഗ്യം കൊണ്ട് ജയിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ആ എറ്റ്മേറിൻ്റെ ക്യാച്ച്, ധോണിയുടെ ക്യാച്ചൊക്കെയാണ് ക്രൂഷ്യൽ മൂമെൻ്റ് ആയിട്ട് വന്നത്. പിന്നെ പഞ്ചാബിലെ കളിയിലേക്ക് ബോളേഴ്സ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഈവൻ ആർച്ചറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു ഇമ്പാക്റ്റ് കൊടുത്തിട്ടാണ് വന്നത്. അതേപോലെ ഇമ്പാക്റ്റ് ബോളേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുത്തില്ലെങ്കിൽ നാളത്തെ കളിയിൽ വളരെ ഭയങ്കര ഒരു ബാഡ് സിറ്റുവേഷനിലേക്ക് പോവാം. അപ്പോൾ ബോളേഴ്സ് മികവറ്റായിട്ട് തന്നെ എറിഞ്ഞ് പറ്റും. അപ്പോൾ അതിന് ചേഞ്ചസ് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആർച്ചറിനാണെങ്കിൽ ഒരു കളി റെസ്റ്റ് കൊടുത്തിട്ട് സൗത്ത് ആഫ്രിക്കൻ ബോളറിനെ കൊണ്ടുവരാം. അതേപോലെ തന്നെ ആകാശ് മധുവാനെ കൊണ്ടുവരാം. ബോളിംഗ് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഓൾറൗണ്ടിങ് ഓപ്ഷൻസ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള ടീമുകൾ ഒരുപാട് പ്ലേയേഴ്സിനെ രാജസ്ഥാൻ റോയൽസിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീമുകളൊക്കെ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ പുതിയ പ്ലേയേഴ്സിനെ പരീക്ഷിക്കുന്ന സമയത്ത് രാജസ്ഥാൻ റോയൽസ് ആ ടീം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അവരുടെ കൊണ്ടുവരുന്ന ഇമ്പാക്റ്റ് പ്ലേയേഴ്സൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ ടീമിൻ്റെ ഒരു വലിയൊരു പോരായ്മ തന്നെയാണ്. അപ്പോൾ ഇനി നാളത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നാളത്തെ മത്സരത്തിൽ ഡൽഹിയിൽ നിന്നും ശ്രദ്ധിക്കേണ്ട നല്ല കളി കളിക്കാൻ സാധ്യതയുള്ള താരം, രാജസ്ഥാൻ റോയൽസിൽ നിന്നും നല്ല കളിക്കാൻ സാധ്യതയുള്ള 3 താരങ്ങൾ നാളത്തെ വിജയ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പ്രൊഡിക്ഷൻ പറയുമ്പോൾ ഞാൻ പറയുന്നു ആ യങ് പ്ലേയേഴ്സിനെ കൊണ്ടുവരേണ്ടത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാനേജ്മെൻറ്റ് നാളെ തീർച്ചയായിട്ടും അത് മുൻഗണന കൊടുത്തേ പറ്റൂ. വൈഭവ് ആ യങ് പ്ലെയറിനെ കൊണ്ടുവരാം. കാരണം കമ്പയർ ഡൽഹിയിലാണ് കളി. അപ്പോൾ വൈഭവിനെ പോലെ പ്ലെയറിനെ കൊണ്ടുവന്ന് അവർക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. ഇമ്പാക്ട് പ്ലെയറായിട്ട് ഇറക്കിയാൽ മതി. അതേപോലെ ആകാശ് മധുവാൾ, ഈ 2 പ്ലെയറിനെ നമുക്ക് സബ്ബാക്കിയിട്ടോ ഇമ്പാക്ട് പ്ലെയറായിട്ട് ഇറക്കി കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം നാളെ ടീമിലുണ്ടാകും. അല്ലാതെ സ്ഥിരം ഒരേ ഇലനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ കളിയുടെ കേസിൽ നമുക്ക് ഡൽഹിക്കായിരിക്കും മുൻതൂക്കം ഉണ്ടാവുക. പിന്നെ നമ്മൾ ബാറ്റിങ്ങിൽ 3 പ്ലെയർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സഞ്ജു സാംസന്റെ ഓപ്പണിംഗ് ബാറ്റിംഗ് മതി നമ്മൾ കളിയെ ഗതി മാറ്റാം. പിന്നെ ജയ്സ്വാൾ ഇപ്പോൾ ഫോം ആവുന്നുണ്ട്. സഞ്ജു ഒന്ന് ഫോം ആയി കഴിഞ്ഞാൽ ജയ്സ്വാളും നോർമലി കൂടെ സപ്പോർട്ടാകും. ഒരാൾ ഫോം ആകും, മറ്റൊരാൾ ഇങ്ങനെ ഡൗൺ ആകുമ്പോഴാണ് കളിയുടെ ആ ഒരു എല്ലാ മേഖലകളിലും ഒരു പ്രഷർ സിറ്റുവേഷൻ വരുന്നത്. അത് ഒഴിവാക്കുക, 2 പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. മറ്റുള്ള ടീമുകളൊക്കെ അങ്ങനെയാണ് കളിക്കുന്നത്. രാജസ്ഥാൻ മാത്രം അങ്ങനെ ഒരാൾ കളിക്കും, മറ്റൊരാൾ സിംഗിൾ എടുത്ത് കൊടുക്കും. പക്ഷെ അതൊരു പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. 1 ഡേ അല്ല, 2020 ആണ്. നമുക്ക് അത്രയും സമയങ്ങളില്ല. 2 പ്ലേയേഴ്സും അടിക്കുമ്പോഴാണ് ഒരു എതിർ ടീമിനത് പ്രഷറൈസ് ആകും. നോർമലി ഫസ്റ്റ് ഓപ്ഷൻ സഞ്ജു ആൻഡ് ജയ്സ്വാൾ ഫോം ആയേ പറ്റും. പിന്നെ എന്താ പറയുക, പരാഗ് ഉണ്ട്. പക്ഷെ അതിലുപരി ഞാൻ റാണയെ മാറ്റിയിട്ട് ആ വൈബനെ കൊണ്ടുവരാന്നുള്ളതാണ് സജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ജുറേലിന് ജസ്റ്റ് റെസ്റ്റ് കൊടുത്തിട്ട് വൈബനെ കൊണ്ടുവരിക. ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം കീപ്പർ ഓൾറെഡി ഉണ്ട്. ജുറേൽ നല്ല പ്ലെയറൊക്കെ തന്നെയാണ്. പക്ഷെ ചില സമയത്ത് ഒരു പ്ലെയറിനെ പുറത്തിരുത്തി കൊണ്ടുവരുമ്പം നല്ല പവർ ഇമ്പാക്റ്റ് ആയിട്ട് ആ പ്ലെയർ തിരിച്ചു. അത് അങ്ങനത്തെ ഇത് രാജസ്ഥാൻ ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്. ഇതൊക്കെ വർഷങ്ങളായിട്ട് പല കളികളും കണ്ടിട്ടുള്ളതാണ്. ഒരു പ്ലെയറിനെ പുറത്തിരുത്തി കഴിഞ്ഞാൽ നോർമലി അവൻ അടുത്ത കളിയിലേക്ക് ഫോം ആവാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. അത് ഹാർഡ് വർക്ക് ചെയ്യും. അങ്ങനെ ഒരു മാറ്റം വരുത്തിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നില്ല രാജസ്ഥാൻ. അപ്പോൾ അത് മാനേജ്മെന്റ് നിന്ന് ശ്രദ്ധ ചെയ്യുക. വേറെ ബോളിങ്ങിൽ ഇതേപോലെ ആർട്സിന് ഒരു കളി റെസ്റ്റ് കൊടുക്കുക, വേറെ ബോളിനെ കൊണ്ടുവരിക. കാരണം ആൾസറിനെ പോലെ ഒരു പ്ലെയറിന് ചിലപ്പം റെസ്റ്റ് ചിലപ്പോൾ വേണ്ടി വരും. കുറച്ച് 2, 3, 4 ദിവസം റെസ്റ്റ് കൊടുക്കേണ്ടി വരും. കാരണം എന്നാലും അടുത്ത കളി പവർ ഇമ്പാക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ കഴിയും. അപ്പം സൗത്ത് ആഫ്രിക്കൻ ബോളറിനെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ സ്പിന്നേഴ്സിനെ മാറ്റി ആകാശ് മധുവാൽ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ബോളേഴ്സിനെ കൊണ്ടുവരിക. അതെ. അപ്പോൾ ഏതായാലും ബോളിംഗ് സൈഡ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കേണ്ടതുണ്ട് കമ്പാരിറ്റീവ് ബാറ്റിംഗ് സൈഡ് നോക്കുമ്പോൾ. ഈ കഴിഞ്ഞത്തെ 173 നമ്മൾ എടുത്തു. നോർമലി ഒരു അത്യാവശ്യം നല്ല സ്കോറാണ്. പക്ഷേ ബോളേഴ്സ് അതിനകത്ത് വന്നില്ല. സെക്കൻഡ് ഇന്നിങ്സിൽ ബാറ്റിംഗ് ആൾക്കാർക്ക് അനുകൂലമായിട്ടാണ് പിച്ച് വന്നത്. അപ്പം അതൊക്കെ അനുസരിച്ചിട്ട് ബോളിംഗ് സൈഡ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. നാളത്തെ കളിയിൽ ഒരു ഡൽഹിയിൽ ഫോം ആവാൻ സാധ്യതയുള്ള 3 പ്ലേയേഴ്സും രാജസ്ഥാൻ റോയൽസിൽ ഫോം ആവാനുള്ള 3 പ്ലേയേഴ്സും
ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് കരുൺ നായർ ചാൻസ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. കരുൺ നായർ തന്നെ വീണ്ടും ഫോമാവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഓപ്പണിംഗ് ഇറങ്ങുന്ന ബാറ്റ്സ്മാൻമാർ എനിക്ക് എക്സാക്ട് പേര് ഓർമ്മയില്ല. അതെ, യെസ്, എക്സാക്ട്ലി. പിന്നെ വരുന്നത് ഇവരുടെ ക്യാപ്റ്റൻ ഓൾറൗണ്ടറാണ് അക്സർ പട്ടേൽ. അത് ഏത് നിമിഷവും കളി മാറ്റാൻ പറ്റിയൊരു ഓൾറൗണ്ടറാണ്. അപ്പം അങ്ങനത്തെ ഓൾറൗണ്ടർ നമ്മൾ രാജസ്ഥാനില്ല. അപ്പം അങ്ങനത്തെ ഓൾറൗണ്ടേഴ്സ് ഇനിയെങ്കിലും അടുത്ത ഓപ്ഷനിലെങ്കിലും അങ്ങനത്തെ പ്ലേയേഴ്സ് 1-2 പ്ലേയേഴ്സിന് അതിനുവേണ്ടി പൈസ കൂടുതൽ എടുത്താലും വിഷയമില്ല, എടുക്കുക തന്നെ വേണം. പിന്നെ ബോളിംഗ് സൈഡ് നോക്കുമ്പോൾ അവർക്ക് നല്ലൊരു ബോളിംഗ് സൈഡ് ഉള്ളത് ഓസ്ട്രേലിയയുടെ മെയിൻ പേസറായ സ്റ്റാർക്കാണ് ഉള്ളത്. പിന്നെ കുൽദീപ് യാദവ്, അത് നല്ലൊരു കോമ്പറ്റീഷനാണ്. കുൽദീപ് യാദവും സഞ്ജു സാംസൺ നല്ലൊരു മാച്ചപ്പ് വരും. അതായത് മുമ്പ് നമ്മൾ അസലങ്കയും സഞ്ജുവും എതിർ കളിക്കുന്ന പോലെ ഒരു എഫക്റ്റാണ് കുൽദീപായിട്ട് നാളെ ഉണ്ടാവാൻ ചാൻസ്. അതായത് നാളെ സഞ്ജുവിൻ്റെ ഇത് നിർണായകമാണ്. സഞ്ജു നമ്മളെ സംബന്ധിച്ച് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഇതുവരെ ഈ ഒരു സീസൺ സഞ്ജുവിന് ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് കളി ഓക്കെ, എന്നാൽ പോലെ ഒരു ഫുൾ ഫിനിഷ് ചെയ്ത് നോട്ട് ഔട്ട് നിൽക്കുന്ന സഞ്ജു സാംസനെ നമ്മൾ ഏവരും പ്രതീക്ഷിക്കുന്നത്. അത് പറ്റും സഞ്ജുവിനെ കൊണ്ട്. പിന്നെ വരുന്നത് നമ്മൾ രാജസ്ഥാനിലേക്ക് വരുമ്പം ഇതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ സഞ്ജു സാംസൺ, ജയ്സ്വാൾ, അതേപോലെ ഒരു ഇമ്പാക്ട് പ്ലെയറിനെ ഞാൻ ഉദ്ദേശിക്കുന്നത്. വൈബ് ആണെങ്കിൽ വൈബ് എന്നൊരു നല്ലൊരു സ്ട്രോങ് ഇമ്പാക്ട്, അല്ലെങ്കിൽ ബോളിംഗ് സൈഡിൽ ആകാശ് മധുവാൾ. വിജയസാധ്യത ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു 50-50 തന്നെ പറയാൻ കഴിയും. കാരണം നാളത്തെ കളി ക്രൂഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് രാജസ്ഥാൻ കുറച്ച് പ്രഷറായിട്ടായിരിക്കും ഇറങ്ങുക. അതുകൊണ്ട് നമുക്ക് ഫുള്ളി ഒരു 87, 67 അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. ഡൽഹി അത്യാവശ്യം സേഫ് സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് 50-50 ആണ്. ഡൽഹി ഏതൊരു ഘട്ടത്തിലും ടീമിനെ ജയിക്കത്തിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ രാജസ്ഥാൻ അങ്ങനെ ഇതുവരെ ആയിട്ടും പറ്റിയിട്ടില്ല. പക്ഷെ നാളെ അത് പറ്റട്ടെ നമുക്ക്. എൻ്റെ അഭിപ്രായത്തിൽ നാളെ ഹൈ സ്കോറിംഗ് മാച്ച് ആയിരിക്കും. ഓക്കെ, മേ ബി ഡൽഹി എന്ന ഗ്രൗണ്ടിൽ ജെയ്റ്റ്ലി, അതുകൊണ്ട് തന്നെ നല്ല സ്കോർ വരും. ടോസ് നിർണായകമാണ്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരും.